ഹലോ ഫ്രണ്ട്സ്, അർജുൻ ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിന്ന് നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് കൊണ്ടുവരാം, ആഡ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് കൂടി നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും, ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ അവിടെ താഴോട്ട് പോകുമ്പോഴത്തേക്കും അക്കൗണ്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലൗഡ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ അക്കൗണ്ട്സ് എന്നായിരിക്കും. അവിടെ നിങ്ങൾക്ക് വീണ്ടും ഒരു അക്കൗണ്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. അല്ല, ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ ഗൂഗിൾ സെലക്ട് ചെയ്യുക. കാരണം നമ്മൾ ഗൂഗിൾ അക്കൗണ്ടാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫോണിലെ നെറ്റ് തീർച്ചയായിട്ടും, ഇൻ്റർനെറ്റ് ഡേറ്റ തീർച്ചയായിട്ടും ഓൺ ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കൊടുക്കാനായിരിക്കും പറയുന്നത്. പുതുതായിട്ട് ഏതാണ് കയറ്റേണ്ടത് അതിൻ്റെ ജിമെയിൽ ഐ ഡി കൊടുക്കുക. ഞാനിപ്പോൾ ജിമെയിൽ ഐ ഡി അടിക്കുകയാണ്. ഓക്കെ, ഞാനൊരു ജിമെയിൽ ഐ ഡി കൊടുത്തു, എൻ്റെ ഒരു ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കൊടുക്കുക. അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ പാസ്വേഡ് ആയിരിക്കും ചോദിക്കുന്നത്. പാസ്വേഡ് കൊടുക്കുക. ഞാനിവിടെ പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ആഡാവുന്നതിനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഏകദേശം 30 സെക്കൻഡ് വരെയൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഇവിടെ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ബാക്കപ്പ് ചെയ്യാതെ ചിലപ്പോൾ നിങ്ങൾ കാണിക്കും. പുതിയ അക്കൗണ്ടാണെങ്കിൽ കാണിക്കത്തില്ല, പഴയ അക്കൗണ്ടാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, ഡോ നോട്ട് ടേൺ ഓൺ. അതിനുശേഷം ഇവിടെ ഒരു എഗ്രി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ചോദിക്കും. അത് നിങ്ങൾ എഗ്രി ചെയ്ത് കൊടുക്കുക. അത് എഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ താഴോട്ട് പോകുക. താഴോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ മോർ ഇതിലിവിടെ നിങ്ങൾ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ഇനി ബാക്കിൽ പോയതിനു ശേഷം നിങ്ങൾ ഇവിടെ ക്ലൗഡ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് വീണ്ടും അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആളായിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഏത് ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.